ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നിഫ്റ്റി സ്പോട്ട് ചാർട്ട്. നിഫ്റ്റി സ്പോട്ട് ചാർട്ട് പക്ക ഒരു സൈഡ് വേസ് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വേറെ ട്രേഡുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ ഇന്ന് ടാർഗറ്റ് അടിച്ചിട്ടുള്ള ദിവസമാണ് ഗൈസ്. നമുക്ക് സെൻസസിലും നിഫ്റ്റിയിലും അടിപൊളി ട്രേഡുകൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈസിയായിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു ഫ്ലോയാണ് ടാർഗറ്റിലേക്ക് പോയത്. രാവിലത്തെ മാർക്കറ്റിൽ ഈ ഒരു ഡൗൺഫോളാണ് പിക്ക് ചെയ്തേക്കണത്. അവിടെയാണ് ടാർഗറ്റ് വന്നതാണ് കേട്ടോ. ഒറ്റൊരു സെറ്റപ്പ് മാത്രമേ ഒന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. പിന്നെ ഞാൻ ക്രൂഡ് ഓയിലും ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്രൂഡ് ഓയിൽ ട്രേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ ഓൾറെഡി ഒരു 15 പോയിൻറ്റ് 20 പോയിൻറ്റ് പ്രോഫിറ്റിലാണ് റണ്ണിങ്. ഫസ്റ്റ് എൻട്രി എസ് എൽ ആയിരുന്നു കേട്ടോ. ക്രൂഡ് ഓയിലിൽ ഇന്നത്തെ ഫസ്റ്റ് എൻട്രി എസ് എൽ ആയിരുന്നു, 10 പോയിൻറ്റ് എസ് എൽ ആയിരുന്നു. പിന്നെ രണ്ടാമത് റീ എൻട്രിയാണ് ഈ പറഞ്ഞ 10-20 പോയിൻറ്റേക്ക് ഇപ്പോൾ എത്തിയത്. റിക്കവറൊക്കെ തന്നെയാണ്, പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും പറഞ്ഞു പോകണല്ലോ. ഫസ്റ്റ് എൻട്രി അല്ലായിരുന്നു. പക്ഷെ ക്രൂഡ് ഓയിലൊരു 6-7 ദിവസത്തിന് ശേഷമാണ് ഒരു ട്രേഡ് ദസല് വരണത്, മനസ്സിലായില്ലേ. പിന്നെ ഇന്നലെ ഞാൻ BTC ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. BTC ഇന്നലെ കൊടുത്ത് ഒരു $100-200 വന്നിട്ടുണ്ട്. $200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $350 ട്രേഡാണ്, ഓപ്ഷൻ ട്രേഡാണ് നിങ്ങൾ എടുക്കേണ്ടത്. $350 ഓപ്ഷൻ ട്രേഡ് എടുത്താലാണ് $200 പ്രോഫിറ്റ് കിട്ടണത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ മിനി ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. മെയിൻ ലോട്ട് എന്ന് പറഞ്ഞാൽ $350 ട്രേഡാണത്. അത് $200 മുകളിലേക്ക് പോയിട്ടുണ്ട്. 450-550 അങ്ങനത്തെ ഒരു $200 പ്രോഫിറ്റ്. പക്ഷേ അത് നിങ്ങൾ മിനി ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഫിറ്റ്, മെയിൻ ലോട്ട് എടുത്തു കഴിഞ്ഞാൽ $200 പ്രോഫിറ്റ്. അങ്ങനത്തെ ഒരു ലെവലാണ് കേട്ടോ. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ വിചാരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി വിചാരിക്കണം, നമ്മൾ നിഫ്റ്റിയുടെ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ട്രേഡിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റ് നമ്മുടെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഉണ്ട്. അത് എത്തേറിയാണ്. എത്തേറിയത്തിൽ നിങ്ങൾക്ക് വരുന്ന എസ് എൽ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. 750 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് 10 പോയിൻ്റാണ് എസ് എൽ. 10 പോയിൻറ്റ് 750 രൂപ, 1 പോയിൻറ്റ് 75 രൂപ അങ്ങനെയാണ്. പക്ഷെ $1 ഇവിടെ 55 രൂപയാണ്. അപ്പോൾ 10 പോയിൻറ്റ് ഇട്ടില്ലെങ്കിലും ഒരു 5-6 പോയിൻറ്റ് ഡോളർ, അതായത് 750 രൂപ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു 30,000 രൂപ അറൗണ്ട് കൂട്ടാം. 3000 രൂപ പ്രോഫിറ്റ്. അതിനനുസരിച്ച് എത്ര ഡോളർ വരും? $30 ഒക്കെ പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് എത്തേറിയത്തിന് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് എനിക്ക്. അത് എത്രത്തോളം നന്നാവുമെന്ന് പറയാനൊന്നും പറ്റില്ല. എത്തേറിയാണ്, വലിയ മൂവ്മെൻ്റ് ഇല്ലാത്തൊരു മേഖലയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പറയാം കേട്ടോ. പിന്നെ നമുക്ക് ഇന്നുണ്ടായിരുന്ന സ്ട്രൈക്കുകളാണ്. നിഫ്റ്റിയിൽ 2 സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, സെൻസസ് 2 സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. ടോട്ടൽ 4 ട്രേഡാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബാക്കി സൈഡ് വേസിലായി പിന്നെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ലാണ്ടല്ല. 10 പോയിൻറ്റ് കിട്ടാനുള്ള വകുപ്പൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ കൊടുത്തിട്ടില്ല. അത് സൈഡ് വേസ് ആയപ്പോൾ പിന്നെ ഞാൻ ചെയ്യാനൊന്നുമില്ല. അതാണ് സത്യം. നിങ്ങൾക്ക് ഈ ലെവൽസൊക്കെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഫസ്റ്റ് കിട്ടും കേട്ടോ. അതായത് നിഫ്റ്റിയുടെ C ആണെങ്കിലും P ആണെങ്കിലും രാവിലെ തന്നെ ഞാൻ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇടും. അപ്പോൾ നിങ്ങൾക്കത് അവിടെ നിന്ന് എടുക്കാം. 2 ലെവൽസും വേണം അല്ലെങ്കിൽ 3 ലെവൽസ് വേണം എന്നുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ ഞാൻ 3 ലെവൽസ് നോക്കി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 4 ലെവൽസ് നോക്കി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 2 ലെവൽസ് നോക്കി വെച്ചിട്ടുണ്ടാവുള്ളൂ. മിക്ക ദിവസം 2 ലെവൽസാണ് നോക്കി വയ്ക്കുക. അപ്പോൾ 2 ലെവൽസ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ അതിൻ്റെ ലിങ്കൊക്കെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ അടിയിലൊക്കെ എടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇടാവുക, എന്നാലാണ് നമുക്കത് കിട്ടുക. നിങ്ങൾക്ക് 2 ലെവലും അവിടെ കിട്ടും, അത്രേ ഉള്ളൂ കാര്യം. അപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ള ലെവലാണ്. C P എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച തൊട്ട് തുടങ്ങിയതാണത്. ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ലിങ്ക് ഇട്ടിട്ട് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ബാക്കി എന്നുള്ള റിസൾട്ട് സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യാന്നുള്ള രീതിക്ക് കേട്ടോ. അപ്പോൾ 24,700 ആണ് ഫസ്റ്റ് ട്രേഡ് നമുക്ക് വന്നത്. 24,700 ഫസ്റ്റ് ട്രേഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 49 പോയിൻ്റാണ് വന്നതാണത്. ഇവിടെ ട്രേഡ് ആക്ടിവേഷൻ ആവണം. ഈ റെഡ് ക്യാൻഡിൽ ട്രേഡ് ആക്ടിവേഷനായി 1 അടിയിലേക്ക് പോകുന്നു. നമുക്ക് ലിമിറ്റിൽ എടുക്കാം, ഡിസ്കൗണ്ടിൽ എടുക്കാം, എവിടെ എടുത്താലും പ്രശ്നമില്ല. പിന്നെ ഒരു 4-5 ക്യാനിനോട് തന്നെ 10-30 പോയിൻറ്റ് പോകണം, പിന്നെ 49 പോയിൻറ്റ് പോകണം. പിന്നെ അതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ ട്രേഡ്. ഇനിയിപ്പോൾ ഇവിടെ ഫസ്റ്റ് ട്രേഡ് എടുക്കാൻ പറ്റാത്തൊരു രണ്ടാമത്തെ ട്രേഡ് എടുക്കാം, അത്ര ഉള്ളൂ കാര്യം. ഞാൻ പ്രൈസ് എത്രയാണെന്ന് പറയണമെന്നില്ല, രണ്ടാമത്തെ ട്രേഡ് എന്നാണ് പറയണുള്ളൂ. നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി. കണ്ടീഷൻ സെയിം തന്നെയാണ്. റെഡ് ക്യാനിൽ ഞാൻ പറഞ്ഞ 11 മുകളിൽ ലോസ് ചെയ്യണം. പിന്നെ അടിയിലേക്കോ ലിമിറ്റിലോ എവിടെ നിന്ന് വെച്ചാൽ എൻട്രി എടുക്കാം. 10 പോയിൻ്റ് തന്നെയാണ് എസ് എൽ ഇടേണ്ടത്. 10 പോയിൻ്റ് തന്നെയാണ് എസ് എൽ. ഇതൊരു 25 പോയിൻ്റാണ് പോയിക്കണത്. പിന്നെ ക്യാൻഡിൽസ് കുറേ നേരം ആ ലെവൽസിൻ്റെ മുകളിൽ നിന്ന് പിന്നെ തിരിച്ച് ഇറങ്ങി
പിന്നെയും തിരിച്ച് കാരണം സിനാരിയോ കാണാൻ പറ്റും. അവിടെ നിന്ന് പിന്നെയും റെസിസ്റ്റൻസ് സെയിം നേരത്തെ റെസിസ്റ്റൻസിലേക്ക് പോയി, പിന്നെയും അവിടെ പിന്നെ ആക്ടിവേഷൻ ആയി. അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് നോക്കുക, അത്രേ ഉള്ളൂ കാര്യം. അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, ഇനി എടുക്കണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ നമുക്ക് ലിമിറ്റിലൊന്നും വരില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ഇവിടെ ആക്ടിവേഷൻ ആയിട്ടുണ്ട്, പക്ഷേ എന്ന് വെച്ചാൽ ആ 5 മിനിറ്റിൽ ഡിസ്കൗണ്ട് ലിമിറ്റ് കിട്ടില്ല, അത്രേ ഉള്ളൂ കാര്യം. ഒരു എൻട്രി പോസിബിൾ ആയിട്ടുള്ള ഇവിടെയാണ്, ഈ റെഡ് ക്യാൻഡലാണ് എൻട്രി. അത് പിന്നെ ഒരു ഡിസ്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ അവിടെ നിന്ന് ഈ ഒരു പ്രോഫിറ്റ് കണ്ടിന്യൂ, അതാണ് അവിടെ ആകെ ഒരു എൻട്രി. പിന്നുള്ളതൊക്കെ ഇത്തിരി ലെവൽസ് ഹൈ പ്രൈസാണ്, അത് നോക്കേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ ബേസിക്കലി ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ രാവിലെ ഒരു പ്രോഫിറ്റ്, നല്ലൊരു പ്രോഫിറ്റ് എന്നുള്ള ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ട്രേഡ് അടിക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ ക്രൂഡ് ഓയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ രാവിലെ ഇപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻസിൽ നല്ല പ്രോഫിറ്റാണ്, പിന്നെ നമുക്ക് ക്രൂഡ് ഓയിൽ ചെയ്യാമെന്ന് വെച്ച് നിങ്ങൾ ഇരിക്കണ്ട. നിങ്ങൾക്ക് ഇൻഡെക്സ് ഓപ്ഷൻ നല്ല പ്രോഫിറ്റ് ആണെങ്കിൽ പിന്നെ നിർത്തിക്കോ, ക്രൂഡ് ഓയിലും ചെയ്യണം, ഒന്നും ചെയ്യണ്ട, മനസ്സിലായില്ലേ? നമ്മൾ ക്രൂഡ് ഓയിൽ ചെയ്യേണ്ടത് വേറെ ഒന്നിനും വേണ്ടല്ല. നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ ലോസുകൾ ഉണ്ടെങ്കിൽ റിക്കവറാക്കാൻ ഒരു ചാൻസ് എന്നുള്ള രീതിക്കാണ് ക്രൂഡ് ഓയിൽ ചെയ്യണത്. അതുകൊണ്ട് ക്രൂഡ് ഓയിലിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത്രയൊക്കെ പറഞ്ഞാൽ ഇന്നലെ 2 ട്രേഡ് കൊടുത്തിട്ടുണ്ട് ക്രൂഡ് ഓയിലിൽ. അത് രണ്ടും ഫുൾ ടാർഗറ്റാണ് കേട്ടോ. 50 പോയിന്റ് വെച്ചിട്ട് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 6-7 ദിവസമായിട്ട് SL ക്രൂഡ് ഓയിൽസിലില്ല. ഇന്നിപ്പോൾ രാവിലെ എടുത്തിട്ടാണ് ഒരു 10 പോയിന്റ് SL സ്വൈപ്പ് ചെയ്തേക്കണത്. പിന്നെ തിരിച്ച് കയറിയിട്ട് പിന്നെ പ്രോഫിറ്റിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് കാര്യം. ഒരു 20 പോയിന്റ് മോളിലേക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ അങ്ങനെ റിക്കവറി ചാൻസിന് വേണ്ടി മാത്രം ക്രൂഡ് ഓയിലിനെ കണ്ടാൽ മതി. മെയിൻ പരിപാടി ഇതിലാണ് വരുന്നത്. സൈഡൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ ഒന്നും ഞാൻ വേറെ കാണിക്കണില്ല. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാനുള്ളൂ. ഈ 4 ട്രേഡാണ് ആകെ വന്നേക്കണത്. സെൻസസിൻ്റെ കാര്യം പറഞ്ഞില്ല കേട്ടോ നമ്മൾ. ഈ സെൻസസാണ് നോക്കാനുള്ളത്. 81,000 2 ട്രേഡാണ്. നേരത്തെ നിഫ്റ്റിയിൽ കിട്ടിയ പോലത്തെ ഒരു സിനാരിയോ തന്നെയാണ് കേട്ടോ. സെൻസസിൽ ഫസ്റ്റ് ട്രേഡ് ഫുൾ ടാർഗറ്റാണ്, രണ്ടാമത്തെ ട്രേഡ് 1:3 ആണ്. അത് 122 പോയിന്റ്, 120 പോയിന്റാണ് 1:3. അപ്പോൾ 122 പോയിന്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് ഈസിയാണ് എല്ലാവർക്കും പ്രോഫിറ്റിക്ക് പോകാൻ. രണ്ടാമത്തെ ട്രേഡും വലിയ പ്രശ്നമൊന്നുമില്ല, 120 പോയിന്റ് സുഖമായിട്ട് കിട്ടും രണ്ടാമത്തെ ട്രേഡിലൊക്കെ. ഞാൻ റീ എൻട്രി ആണെങ്കിൽ മറ്റേത് പറഞ്ഞ പോലെ ഇവിടെ തന്നെയാണ് റീ എൻട്രി ഉള്ളത്. പിന്നെ സെൻസസ് ഒരു ചാൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ 2 ട്രേഡാണ് നമുക്കൊന്ന് കിട്ടിയത്. അതായത് സെൻസസിൽ നിഫ്റ്റിയിലായിട്ട് PCIDക്ക് 2 ട്രേഡ്, ടോട്ടൽ 4 ട്രേഡാണ് വന്നത്. 4 അടിപൊളി പ്രോഫിറ്റാണ്. നിങ്ങളുടെ പ്രോഫിറ്റൊക്കെ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കുക, മനസ്സിലായില്ലേ? ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സസ്റ്റെയിൻ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച ലോസുകൾ റിക്കവർ ചെയ്യണ നേരം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരാഴ്ച ആയിരിക്കും പ്രോഫിറ്റുകൾ മാത്രം വയ്ക്കാനുള്ളൊരു ഡേ വരണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ഫുള്ള് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ചിലപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം കണ്ടിന്യൂസ്ലി SL പണ്ട് കാര്യമില്ല, അതൊക്കെ അങ്ങനെ തന്നെയാണ് പോവുള്ളൂ. നമുക്ക് കിട്ടണ പ്രോഫിറ്റ് നിങ്ങൾ മാക്സിമം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് വരികയാണ്, ട്രെൻഡിങ് ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് എടുത്ത് പോവാം. പക്ഷെ അതൊക്കെ മാക്സിമം ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. എന്നാലാണ് ചെറിയ SL വന്നാലും വലിയ എഫക്റ്റ് ആവാണ്ടിരിക്കുള്ളൂ. എൻ്റെ ഭാഗത്തുനിന്നൊരു ഒപ്പീനിയൻ മാത്രമാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. മാക്സിമം പ്രോഫിറ്റ് നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടി നിർത്തുക, അത്രയുള്ള കാര്യം. അതാണ് എനിക്ക് പറയാനുള്ള ഓവറോൾ എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. ഇപ്പോൾ 4 ട്രേഡ് ഞാൻ കൊടുത്തു, 4 ട്രേഡും പ്രോഫിറ്റാണ്, നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിർത്താം, അത്രയുള്ള കാര്യം. രാവിലത്തെ ഒരു 10 ആവുമ്പോഴേക്കും കണ്ട കാര്യമാണത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആലോചിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. അന്നത്തെ ദിവസം ട്രേഡിങ് ക്രൂഡ് ഓയിലും ചെയ്യേണ്ട, ഇന്ത്യൻ മാർക്കറ്റും ചെയ്യേണ്ട, അത്യാവശ്യം പ്രോഫിറ്റ് കല്ലുകൊണ്ട് നിർത്തുക. ഞാൻ ടോട്ടലി അതിനാണ് ഗ്രൂപ്പിലും പറഞ്ഞത്. പിന്നെ പറയാനുള്ള കാരണം ഒരു റീസൺ കൂടി ഉണ്ട്. നിഫ്റ്റി നിങ്ങൾ നോക്കുക, നിഫ്റ്റി ഇന്നലെയും ഞാൻ നോക്കി നിന്ന ആ റെസിസ്റ്റൻസിക്ക് തിരിച്ചു വന്നേക്കാണ്. ആ സൈഡ് വേസിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. സൈഡ് വേസിലേക്ക് വന്നു. ഈ ഒറ്റ ഫ്ലോർ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടിയത്. പിന്നെ അങ്ങോട്ട് സൈഡ് വേസ് ഏരിയാസിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ റണ്ണോ അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ റണ്ണോ ആകുമ്പോഴൊക്കെയാണ് നമുക്ക് ഇത്തിരി നല്ല മൂവ്മെൻറ്റുകൾ കിട്ടുക. ഇനി ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സൈഡ് വേസ് ആണെന്ന് പറഞ്ഞതാണ്. ഇനി അത് ബ്രേക്ക് ചെയ്താലാണ് ഞാൻ തരികയെന്ന് പറഞ്ഞതാണ്. സെൻസസ് എക്സ്പീരിയഡ് ആണ് എന്ന്. പക്ഷേ അങ്ങനെ ആലോചിച്ചിട്ടൊന്നും ട്രേഡ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക, എക്സ്പീരിയഡ് ആണ്. നമുക്ക് ലാസ്റ്റ് ഒരു 0 എടുക്കുക എന്നുള്ള ലെവലിലൊക്കെ ഇരിക്കണമെങ്കിൽ ട്രെൻഡിങ് ആയിരിക്കണം മാർക്കറ്റ്. ഒന്നാമത്തെ കാര്യം അതാണ്. നമുക്ക് സെൻസസിൽ ഇപ്പോൾ നമ്മൾ ഒരു ലോട്ട് എടുത്തു 1 രൂപയ്ക്ക്, അത് ചിലപ്പോൾ 10 രൂപ വരെ പോവുള്ളൂ. അത് സൈഡ് വൈസ് ആയതാണ് അങ്ങനെ പോണത്. ട്രെൻഡിങ് ആണെങ്കിൽ 10 100 ആവും.
അതാണ് വ്യത്യാസം. ഒന്നിനെടുത്താൽ നമ്മൾ 100 എക്സിറ്റ് അടിക്കുക ഈസി ആയിട്ട്, ട്രെൻഡിങ് ആണെങ്കിൽ. ട്രെൻഡിങ് ഒന്നല്ല, അപ്പോൾ നമ്മൾ സീറോ ഹീറോനെ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്ര കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടത് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ആവുക. CP ലെവൽസൊക്കെ ഞാൻ അതിൽ ഇടുന്നതായിരിക്കും, നിഫ്റ്റിയുടെ മാത്രം കേട്ടോ. അപ്പോൾ നമുക്കതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.